അല്ലെങ്കിൽ പകുതി വെച്ച് നിർത്തി പോണം തോന്നിയ മൂവി ഏതാ? വേസ്റ്റ് കാതൽ വേസ്റ്റ്. അയ്യോ എനിക്ക് വേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി പക്ക വേസ്റ്റ്. ഇഷ്ടപ്പെടാത്തതാ കിങ് ഓഫ് കൊത്ത. ആറ്റ മൊമെന്റ് അങ്ങനെ പടമില്ലേ? എന്നെ കണ്ണൂർ സ്കോഡ് അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ വർഷം മമ്മൂട്ടിന്റെ പക്ഷെ റിപ്പീറ്റ് വാല്യൂ ഇല്ലാന്നാ തോന്നുന്നേ. ആ ഒരു വൺ ടൈം വാച്ച്, ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. 2023 കണ്ടതിൽ വെച്ചിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകണം അല്ലെങ്കിൽ പകുതി വെച്ച് ഇറങ്ങി പോകണം എന്ന് തോന്നിയ മൂവി ഏതാ? ലിയോ പോയി പോയി ഇഷ്ടപ്പെട്ടില്ല. ഹാഫ് ടൈമിന് ശേഷം ഇറങ്ങിപ്പോയി. കാരണം ഒന്ന് വേറൊന്നല്ല, കഥ നല്ലതാണ്, പക്ഷെ കോമഡിയാന്ന് പറഞ്ഞു കയറി ഒരു കോമഡി ഇല്ലായിരുന്നു. കണ്ടു. ആ ഫുൾ ഭയങ്കര ഒരു വയലൻസും അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. 2018 ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് ഇഷ്ടപ്പെട്ടു. സോമന്റെ കൃതാവ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ അനിമല് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കൊല്ലം ഇറങ്ങിയതിൽ വെച്ച്. ഞാൻ പറയാൻ ബെസ്റ്റ്, ഞാൻ കണ്ടു ഫ്ലോപ്പ് പടം പറഞ്ഞാൽ ഞാൻ അനിമല് പറയും. തീരെ ദഹിച്ചിട്ടില്ല. ആനിമൽ ഉണ്ടായിരുന്നത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ലാഗായിരുന്നു ആനിമൽ. ഫാമിലിയോ ഫാലിമി ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവന്റെ ഫസ്റ്റ് മൂവി നമ്മൾ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജയ ജയ കണ്ടപ്പോ നമ്മൾ അതുപോലെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇത് കാണാൻ നിന്നത്. പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. 2023 കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാ? 2018 രോമാഞ്ചം. ഇഷ്ടപ്പെട്ട മൂവി ഇപ്പൊ അടുത്ത് കണ്ടത് കാതൽ. കാതൽ. അത് ഇഷ്ടം, ഒരു പുതുമയുള്ള കഥയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ മമ്മൂട്ടിന്റെ അഭിനയം അതൊക്കെ ഇഷ്ടമായിരുന്നു. മൂവീസും കാണാറുണ്ട്, പക്ഷേ ഫാമിലി എനിക്ക് കുറച്ച് കണക്ട് ആയി. ലൈക്ക് ഐ എം ഫ്രം ട്രിവാൻഡ്രം ആൻഡ് അതൊരു ട്രിവാൻഡ്രം ബേസ് ആയത്. ലൈക്ക് എന്റെ ഫാമിലിയായിട്ട് കുറച്ച് കണക്ട് ആയി. കിങ് ഓഫ് കൊത്ത. ഇഷ്ടപ്പെടാൻ കാരണം അയ്യോ അതൊന്നും വേണ്ട. ജയിലർ ഇഷ്ടപ്പെട്ടു. ആക്ഷൻ മൂവീസ് ഒക്കെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. നേര് കൊള്ളാം. മോഹൻലാൽ, ഞങ്ങളൊക്കെ മോഹൻലാൽ ഫാൻസ് ആയതുകൊണ്ട്. കണ്ണൂർ സ്ക്വാഡ്. മമ്മൂക്ക ഫാനാണ്. അങ്ങനെയൊന്നുമില്ല, കാരണം അതിൻ്റെ അകത്ത് ഇടിസീനെല്ലാം അടിപൊളിയാണ്. ലിയോയാണ് ഞാൻ കണ്ടത് വെച്ച് ബെസ്റ്റ്. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാൻ കാരണം അത് നമ്മുടെ സൂപ്പർ സ്റ്റാർ വിജയുടെ മൂവി. ഞങ്ങൾ വിജയ് ഫാൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് ഞങ്ങൾ പോയി കണ്ടു. ഇഷ്ടപ്പെട്ടു. റോളാണ് കിട്ടിയത്. അപ്പം അത് നല്ലതായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഈവൻ ഹേറ്റേഴ്സിന് വരെ പടം ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. ഒരു രണ്ടാമത് കാണാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. രണ്ടു പ്രാവശ്യം കണ്ടു പടം. എനിക്ക് 2018 ഒന്നാമത് ഇവിടെ നടന്ന കാര്യം കുറെയൊക്കെ. പിന്നെ എനിക്ക് നടനെ ഭയങ്കര ഇഷ്ടമാണ്, ടോവിനോനെ. ഇമോഷണലി ഭയങ്കര കണക്ഷൻ ഫീൽ ചെയ്തു മൂവി. ചെയ്ത ലാസ്റ്റ് ആ ഒരു ഭാഗല്ലേ. എന്നെ കണ്ണൂർ സ്കോഡ് അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ വർഷം മമ്മൂട്ടിന്റെ ഫാൻസ്. ജയിലർ ഇഷ്ടമാണ്. ഫാറിന് RRR ഇഷ്ടമാണ്. RRRല് കൊറേ കോൺട്രവേഴ്സി. ഈ വർഷമല്ലല്ലോ, കഴിഞ്ഞ വർഷം. സോറി, ജയിലർ തന്നെ. ജയിലർ പക്ഷെ റിപ്പീറ്റ് വാല്യൂ ഇല്ലാന്നാ തോന്നുന്നേ. ആ ഒരു വൺ ടൈം വാച്ച്, ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. കണ്ണൂർ സ്കോഡ് ഉണ്ട്. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ നേരുണ്ട്. നേര് അടിപൊളിയാണ്. കണ്ണൂർ സ്കോഡ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളി മൂവിയാണ്. പ്രതീക്ഷേന് മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. മമ്മൂക്ക ഫാനാണ്. നമുക്ക് ഫാനാണ്, പക്ഷെ ഓൾമോസ്റ്റ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ഫാനാണ്. എല്ലാ സിനിമയും കാണും. ജിഗർദണ്ഡ ഇഷ്ടപ്പെട്ടു. എന്റെ മേക്കിംഗ് കൊള്ളായിരുന്നു. എങ്ങനത്തെ മൂവീസാണ് ഇഷ്ടം കാണാൻ? എനിക്ക് ലവ് റൊമാൻറ്റിക്. കാതൽ ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. കുഴപ്പമില്ല. ഏതാണ് ഇഷ്ടപ്പെട്ടത്? ഫീനിക്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഫസ്റ്റ് ഫുള്ള് നമ്മൾ പേടിച്ചിട്ട് പിന്നെ വന്നൊരു ലവ് സ്റ്റോറി പറഞ്ഞപ്പോ അടിപൊളിയായിരുന്നു. ഈ വർഷം കണ്ടതില് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള മൂവി അല്ലെങ്കിൽ പകുതി വെച്ച് നിർത്തി പോണം തോന്നിയ മൂവി ഏതാ? കാതൽ
വേസ്റ്റ് അയ്യോ എനിക്ക് വേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി പക്ക വേസ്റ്റ്. സ്റ്റോറി ലൈന് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റോറി ലൈൻ കുഴപ്പമില്ല പക്ഷെ കണ്ടിരിക്കുക എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടു അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. ഇല്ലെന്ന് അതെ ഇഷ്ടപ്പെട്ടില്ല. ഈ വർഷം കണ്ടതിൽ വെച്ച് ഏറ്റവും 3 ബെസ്റ്റ് മൂവീസ് പറയാൻ തോന്നുന്നത് ഏതായിരിക്കും? I think, എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ആറ്റം ബോംബ് അങ്ങനെ പടമില്ലേ, കിഡിലൻ മൂവി, കിഡിലൻ മേക്കിംഗ്, കിഡിലൻ അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് ബെസ്റ്റ് ആണ്. ഓപ്പൻഹൈമർ. ഷുവർ ഡെഫിനറ്റ്ലി. വേറെ 2 മൂവീസ് ഏതൊക്കെയാണ്? ആർഡിക്സ് അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ 2020 തമിഴ് മൂവി വരുമ്പോഴത്തേക്ക് പിന്നെ ലിയോ സലാർ 2021 സലാർ ചിലർക്ക് എടുത്തിലായിട്ട് തോന്നും, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സലാറാണ്. അവിടെ ഭയങ്കര ഈ വർഷം കണ്ടതിൽ വെച്ച് കണ്ടതില് കൊമേഴ്ഷ്യലി എങ്ങനെ RDX നേരെ ഇഷ്ടപ്പെട്ടു, ഓപ്പൺഹൈമർ ഇഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ല. RDX നേരെ തന്നെ സൂപ്പർ. ഫീനിക്സ് ഓഫ് കോഴ്സ് ഫീനിക്സ് ഗുഡ് നൈസ്. റൊമാൻറ്റിക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു റിയൽ ഇപ്പൊ മണിച്ചിത്രത്താഴൊക്കെ പോലുള്ള ഒരു റിയൽ ഗോസ്റ്റ് സ്റ്റോറിയാണ്, അല്ല ഗ്രാഫിക്സ് ഒന്നും ഇല്ലാത്ത നല്ലൊരു സ്റ്റോറിയാണ്. പിന്നെ നല്ല റിയാലിറ്റിയിലേക്ക് ആ റൊമാൻറ്റിക് സീൻസ് ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ചെറിയ പടമാണെങ്കിൽ കൂടി അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ജോർജ് ജോർജിന്റെ ഒരു പുലിമട എന്നുള്ള ഫിലിമും ഒരു വെറൈറ്റി സ്റ്റോറി ആയിരുന്നു, അത് നല്ലതായിരുന്നു. ഇതെല്ലാം കാണാറുണ്ട്, ഗുഡ്. പിന്നെ മമ്മൂട്ടിയുടെ എടുത്തിറങ്ങിയ മറ്റേ കണ്ണൂർ സ്ക്വാഡ് നല്ല ഫിലിമാണ്, അത് കണ്ടു. മമ്മൂട്ടിയുടെ എല്ലാം വെറൈറ്റിയാണ്. ഗരുഡൻ ഓഫ് കോഴ്സ് നല്ലൊരു മൂവി. ഇത്രയും മൂവി ഓൾമോസ്റ്റ് എല്ലാം തോന്നുന്നു. ഞാനിപ്പോഴും മറന്നുപോയത് ഫിനിക്സ് എന്ന് പറഞ്ഞാൽ അതിനെന്തോ ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ ഡയറക്ഷൻ, ക്യാമറ, പിന്നെ അതിന്റെ ആക്ടിങ്, പിന്നെ ആ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഭയങ്കര പക്ക ആക്ടിങ് ആയിരുന്നു. ഫിനിക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ നമ്മളെ പിടിച്ചിരുത്തും, സിനിമ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തി നമ്മളെ വീണ്ടും ഇപ്പൊ സലാറിൽ എനിക്ക് തോന്നുന്നവർക്ക് എഴുച്ചിലായിരുന്നു. കാരണം സിനിമ പെർഫെക്റ്റ് ആണ്, പക്ഷെ എന്തോ എഴുച്ചിലായിട്ട് തോന്നി എനിക്ക്. ഇപ്പൊ ഞാൻ സാറ് പറയാൻ ഓർമ്മിച്ചത് ഫിനിക്സ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായി 2020 ഫിനിക്സ് ആയിരുന്നു. പെർഫെക്റ്റ് മൂവി.